ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം, ബുക്ക് ഓഫ് ലൂക്ക് 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സസ് 1. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. Then Jesus told his disciples a parable to show them that they should always pray and not give up. They should always pray. They should always pray. എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം. You have to pray always. Now we'll ask a question. We have to go for a job. We have many things to do in our house. So how we can pray always? What is prayer? Prayer is the greatest ministry connect a human being with God. ദൈവം എന്ന ശുശ്രൂഷകളിൽ ഒരു വ്യക്തിയും ദൈവവുമായി തമ്മിൽ കണക്റ്റഡ് ആകുന്ന ഒരു മഹനീയ ശുശ്രൂഷയാണ് പ്രാർത്ഥന. Even you are at workplace, you are at home, even you are driving, if you are connected with the Heavenly Father, we can say you are in prayer. Praise the Lord. Amen. പ്രത്യേക സമയ പ്രാർത്ഥന കൊടുക്കുന്നത് പോലെ എല്ലാ സമയങ്ങളിലും നമ്മൾ ജോലി ചെയ്യുമ്പോഴും അടുക്കളയിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെയും ദൈവമായിട്ടൊരു ബന്ധത്തിലാണെങ്കിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയിത്തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. So God is telling, Jesus told his disciples, always pray. യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മടുത്തു പോകുവാൻ സാധ്യതയുണ്ട്. There's a chance you will give up your prayer. There's a chance you will get disconnected with God. There's a chance you will run away from God. Stop. Why Jesus telling his disciples, or why God is telling us today morning, why we have to pray always? Because God is telling two things. Prayer is most important in our spiritual life. Second thing is, prayer is powerful. സ്തോത്രം. ഒന്ന്, വളരെ പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന. വളരെ ശക്തിമത്തായ ഒരു അനുഭവമാണ് പ്രാർത്ഥന. What is prayer? Prayer is most important in our spiritual life, and prayer is most powerful in our spiritual life. Hallelujah. If you go to Luke chapter 11, 1 and 2, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ, Jesus was praying. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. Disciples went to Jesus. Jesus was praying. They requested Jesus, teach us how to pray. ഞങ്ങളെ ഈ പ്രാർത്ഥന ഒന്ന് പഠിപ്പിക്കണം. Praise God. Hallelujah. നമ്മൾ പറയത്തില്ലേ, 18 വയസ്സാകുമ്പോൾ എനിക്ക് എന്ത് പഠിക്കണം? ഡ്രൈവിംഗ് പഠിക്കണം. Praise God. Hallelujah. അല്ലെങ്കിൽ പറയാം, എനിക്ക് മെഡിസിന് പഠിക്കണം, നഴ്സിംഗിന് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും. We want to study means we consider that is one of the most important matter in our life. ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾക്ക് എന്ത് പഠിക്കണം? ഞങ്ങൾക്ക് പ്രാർത്ഥന പഠിക്കണം. Because they realized prayer is most important. പ്രാർത്ഥന ആവശ്യമായതുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. So prayer is important. Then how we can say prayer is powerful? Please continue. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Praise the Lord, our heavenly Father. Why prayer is powerful? Please ശ്രദ്ധിക്കണമേ. You are not praying to any person in the world. You are praying to your heavenly Father. നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? സ്വർഗ്ഗസ്ഥനായ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന അതിശക്തമാണ്. ദൈവത്തിന് സ്തോത്രം. പിശാച് എന്ത് പറയും? സ്തോത്രം.
ഡയറക്റ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോ എന്ത് കിട്ടുകയില്ല. ഇത് കിട്ടാത്തത് കൊണ്ട് മറ്റു വ്യക്തികളിലൂടെ, മറ്റു മനുഷ്യരിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? പ്രാർത്ഥിക്കാൻ പറഞ്ഞു. If you pray, you are a sinner. God will never listen to your prayer. So just to pray through a mediator, just pray through somebody. Then what we'll do, we will start praying to somebody who lived in the world, or we are living, or those who are living in the world. ഈ ഭൂമിയിൽ ജീവിച്ചവരും ഇപ്പോൾ ജീവിക്കുന്നവരുമായ മനുഷ്യരുടെ നാമത്തിലും മനുഷ്യരോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. That prayer is not powerful. ഇവിടെ യേശു പറയുന്നതാണ്, നിങ്ങൾ എങ്ങനെയാണ് സിസ്റ്ററെ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് ആ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. whenever you pray, pray to Heavenly Father. സ്തോത്രം. Why prayer is important? Because disciple asked Jesus, teach us to pray. എന്നെയും പ്രാർത്ഥന പഠിപ്പിക്കുവാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. പ്രാർത്ഥന അതിശക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങരുത്, എല്ലാവരും കണ്ടുപോകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന്റെ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ കാത് തുറന്നിരിക്കേണ്ട സമയമാണ്. Hallelujah. So prayer is important and prayer is powerful. Hallelujah. സ്തോത്രം. ആമേൻ. സ്തോത്രം. When we pray, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പുറത്തേക്ക് പോകുന്ന ഒരു മെസ്സേജ് എന്താ? When we pray, what is the real message? Convey to others through the prayer. What is the message you are conveying to Heavenly Father? നമ്മുടെ പ്രാർത്ഥനയിൽ നടക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് സന്ദേശം? സ്തോത്രം. When we pray, we are conveying a message to public. We are conveying a message to our Heavenly Father. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ, ഇത്രയും ഇമ്പോർട്ടൻസ്. ഒന്നാമത്തെ മെസ്സേജ്, ജെയിംസ് 5:15, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. The prayer offered in faith will make the sick person well. The Lord will rise them up. If they have sinned, they will be forgiven. Sorry. And the prayer offered in faith will. Prayer offered in faith. മലയാളത്തിൽ പറയുന്നു വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. The first message you are conveying to the public and you are conveying to Heavenly Father എന്താണ്? Your faith in God. ദൈവത്തിലുള്ള വിശ്വാസമാണ് നിന്റെ പ്രാർത്ഥനയിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു സാക്ഷി. When you pray, you proclaim a message that dear Lord, I have great faith in you. എനിക്ക് എന്റെ പ്രാർത്ഥന വീരപ്പോൾ ഉറപ്പുണ്ട്. എന്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. Praise the Lord. 1 Timothy 5:5 എന്ന് വായിച്ചേ. What is the message of prayer? The widow who is really in need and left all alone puts her hope in God and continues night and day to pray to ask God for help. Praise the Lord. രണ്ടാമത്തെ second message, prayer is the total trust in God. നിന്റെ പ്രാർത്ഥന സ്തോത്രം ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ്. ദൈവത്തിന് സ്തോത്രം. Prayer is a proper trust in God. ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ് പ്രാർത്ഥന. ഒന്ന്, ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രാർത്ഥന. ദൈവത്തിലുള്ള ആശ്രയമാണ് പ്രാർത്ഥന. ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രാർത്ഥന. ദൈവത്തിലുള്ള ആശ്രയമാണ് പ്രാർത്ഥന. It's prayer, it's a faith in God and your trust in God. Praise the Lord. മൂന്നാമത് മാത്യു 19:26, മത്തായി 19:26. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും യേശു അവരെ നോക്കി
അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. It's a heavenly testimony. ഒരു സ്വർഗീയ സാക്ഷ്യമാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? Lord, it is impossible for me, but I believe you are it is possible for you. When you pray, people will ask you, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇത് സംഭവിക്കുകയല്ലോ. Why you praying? This will never happen. But you shall proclaim a testimony. It is impossible for me, but it is possible for my God. എനിക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സാധ്യമാണെന്നുള്ള സ്വർഗീയ സാക്ഷ്യമാണ് പ്രാർത്ഥന. ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ജെറമിയ 33:3 നമുക്കറിയാവുന്ന വാക്യമാണ്. എന്താണ്? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അറിയില്ല. Call to me and I will answer you. മതി. Call to me, I will answer you. ഒടുവിൽ കർത്താവ് പറയുന്നു, പ്രാർത്ഥന ഒരു വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം. It's a promise. നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം നിനക്ക് വാഗ്ദത്തം തരികയാണ്, ഞാൻ അതിന്മേൽ പ്രവർത്തിക്കും. സ്തോത്രം. Praise God. Hallelujah. Prayer is a faith in God. Prayer is a trust in God. Prayer is a heavenly testimony proclaiming the glory of God, and prayer is a heavenly promise. പിതാവിന്റെ വാഗ്ദത്തമാണ് പ്രാർത്ഥന. Praise the Lord. Hallelujah. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, the moment you start your prayer, you are proclaiming your faith in God. You are proclaiming the trust in God, and you are proclaiming the heavenly testimony, and you are proclaiming the promise of God. സ്തോത്രം. ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ആ ഒരു മിനിറ്റ് ദൈവത്തിനുള്ള വിശ്വാസവും ആശ്രയവും സാക്ഷ്യവും വാഗ്ദത്തവും നീ ഒരുപോലെ പ്രഖ്യാപിക്കുന്ന ശ്രേഷ്ഠകരമായ ശുശ്രൂഷയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. Hallelujah. But the problem is, we are very weak in prayer. We don't have the time to pray. We are not eager to continue or pray. Hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രാർത്ഥന ശ്രേഷ്ഠമാണ്, പ്രാർത്ഥന അതിശക്തമാണ്. Prayer is important and prayer is powerful. Hallelujah. സ്തോത്രം. ഇന്ന് നമ്മൾ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. Hallelujah. സ്തോത്രം. Why God says prayer is powerful. സ്തോത്രം. നമ്മൾ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാക്ഷ്യം പ്രസ്താവിക്കുന്നു. ആമേൻ. ദൈവത്തിലുള്ള ആശ്രയം പ്രഖ്യാപിക്കുന്നു, ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നു, ദൈവ വാഗ്ദത്തങ്ങൾ ദൈവം നമ്മൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, when we proclaiming the glory of God, what will happen in our life? പ്രാർത്ഥനയിലൂടെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്താണ്? ഇല്ലെങ്കിൽ when you lead a life that you will always pray, എപ്പോഴും നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഒരു കാര്യം ഓർക്കണം, the moment you stop the prayer, the moment you stop your prayer, the moment you give up your prayer, stop. The God's blessing will stop in us. While we pray, He is blessing us abundantly. നമ്മളത് പരിശോധിക്കാൻ പോകും. We are going to go through each and everything, what God will do while we pray. What are the spiritual changes will happen in our life while we pray? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ ആത്മീയമായ അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കുമ്പോൾ, the moment you stop the prayer, the blessings will stop in our life. So let us go through the blessings what God is giving in our life through prayer. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. Matthew 26 അതിന്റെ 36 ഒന്ന് വായിക്കുക. Matthew 26:36. അനന്തരം യേശു അവരുമായി ഗെത്സമനെ എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. അതിന്റെ 40 കൂടെ വായിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു.
അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? Praise the Lord in English, 36 and 40. Then Jesus went with his disciples to a place called Gethsemane, and he said to them, "Sit here while I go over there and pray." Then he returned to his disciples and found them sleeping. "Couldn't you men keep watch with me for 1 hour?" he asked Peter. Praise the Lord. Jesus requesting his disciples, please stay here, pray with me. I will pray in the presence of my Father. And then he requested the disciples to pray. But when he came back, he saw they are sleeping. അവർ ഉറങ്ങുന്നതായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകലിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവരെ പിന്നീട് ഉറങ്ങുന്നവരായി കാണുകയാണ്. സ്തോത്രം. So there, even Jesus explaining his disciples what is the importance of prayer life. He is requesting the disciples to pray. തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ ഉറങ്ങുന്നത് കണ്ടപ്പോൾ, when he saw they are sleeping, Jesus revealed to them when you are not praying, what is happening to you. When you are praying, what God is doing in your life. നമ്മൾ അതിനി പരിശോധിക്കാൻ പോവുകയാണ്. നമ്മൾ ആ ഒരു സാഹചര്യം വിസ്തീരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട ശിഷ്യന്മാർ ആമേ പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നവരായി കണ്ടപ്പോൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ ദൈവം എന്തെല്ലാം നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. When you are in indulgent prayer, what will the blessing God will give in your life. Hallelujah. അതിന്റെ 26:41 ഒന്ന് വായിച്ചേ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. മതി. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ Watch and pray so that you will not fall into temptation. You will not fall into temptation. Stotram. Pray continuously to ensure that you will never fall into temptation. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. I mean, the first blessings of God, the first blessing God is revealing to us today morning. If you're a person who always pray, who will never give up the blessings from God, He is telling to you today morning, you will never fail in your life. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദൽ ഒരിടത്തും തോൽക്കുകയില്ല. He will never fail. സ്തോത്രം. Praise the Lord. Why we fail? എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരല്ല. We will pray for some time and we are not receiving the deliverance. We will slowly start giving up the prayer life. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പതിയെ പ്രാർത്ഥന എന്ന അനുഭവത്തിൽ നമ്മൾ അകന്നു പോകുവാൻ തുടങ്ങും. പക്ഷെ ദൈവം പറയുന്നു, ആമേൻ, സ്തോത്രം, ആമേൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. The moment you stop your prayer, that is the moment you start failing in your life. ദൈവത്തിന് സ്തോത്രം. Book of Daniel chapter 6 verses 10 എന്ന് വായിച്ചേ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. രേഖ വിരോധമായി എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യേശുവിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ രേഖ എഴുതിയപ്പോഴല്ല അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. Not the moment. In English. Now when Daniel learned that the decree had been published, he went home to his upstairs room where the windows opened toward Jerusalem. 3 times a day he got down on his knees and prayed, giving thanks to his God, just as he had done before. Just he had done before. നമ്മുടെ പ്രത്യേകത അറിയാമോ? പ്രശ്നം ആരംഭിച്ച ശേഷം പ്രാർത്ഥിക്കുവാൻ തുടങ്ങും.
We will start praying after the problems comes in your life. But Daniel was a child of God. He was praying continuously in the presence of God. Even he is leading a good life or he was leading a problematic life. പ്രശ്നം വരുമ്പോൾ നമ്മൾ കരയും. പ്രശ്നം മാറുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന കുറയും. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്തു? He don't want to do something special for the problem. He was telling, he is sharing a testimony to us. He, as usual, he was praying every day. He continued that prayer. Praise God. The people who are in the total people in the palace, even the king, he was upset. They were waiting that Daniel will be no more. Hallelujah. He will be killed very soon. But Daniel was not moving. He was still praying to God because he knows that a praying child of God, he will never fail. Hallelujah. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകരം അത് ചിന്തിച്ചേ? മുമ്പേ ചെയ്തതുപോലെ ദാനിയേൽ ചെയ്തുകൊണ്ടേയിരുന്നു. What he was doing before, he just continued. നമ്മൾ എന്ത് ചെയ്യും? പ്രശ്നം വരുമ്പോൾ നമ്മളൊരു പുതിയ ഉപവാസം പ്രഖ്യാപിക്കും. നമ്മൾ കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങും. പ്രശ്നം മാറി കഴിയുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും ഉപവാസവും അവസാനിക്കും. നമ്മൾ പഴയ മനുഷ്യരായി തുടരും. ദൈവത്തിന് സ്തോത്രം. Hallelujah. And 6:11 എന്ന് വായിച്ചു. 6:11. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു. ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നത് കണ്ടു. അവരെന്താ കണ്ടത്? Then these men went as a group, found Daniel praying and asking God for help. Hallelujah. When the people came to take out of Daniel, they are seeing a heavenly testimony. Daniel in prayer with God. Hallelujah. നിന്റെ ശത്രു കാണണം നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നിന്റെ വീഴ്ച കാണണം നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രത്യേകത? പ്രാർത്ഥിക്കുന്നവന് പരാജയമില്ല. സ്തോത്രം. The person who pray will never fail. When the enemies they came to Daniel, they are not seeing a Daniel running away from the palace. They are not seeing a Daniel who is afraid of the decree that was published. He was not upset. They were seeing a Daniel still on the knees praying to God. Hallelujah. ഭയപ്പെട്ട് ഓടുന്ന ദാനിയേലല്ല, മരണം കണ്ട് ഭയപ്പെടുന്നവരല്ല. അവൻ നിലവിളിക്കുന്നത് അവർ കണ്ടത് മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനെ അവർ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. If you always pray, you will never fail. Your children will never fail. Your family will never fail. Whoever left you, they will never fail. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മ ഓർപ്പെടുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വിടുതൽ വന്നില്ലെങ്കിൽ നമ്മൾ മടുത്തുപോയി നമ്മുടെ പ്രാർത്ഥന അവസാനിക്കും. കർത്താവ് പറഞ്ഞു, മടുത്തു പോകരുത്, എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. Who will continue their prayer life? Who will continue in prayer? He will never fail. She will never fail. Hallelujah. സ്തോത്രം. Psalms 34:5-6 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 34:5-6 വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചത്. അവൻ നോക്കിയെന്നറിയാമോ? അടുത്ത വാക്യം പറയുന്നു, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിച്ചു, സകല പരാജയങ്ങളിൽ നിന്നും വിജയിച്ചു, സകല കണ്ണിൽ നിന്നും സന്തോഷമാക്കി മാറ്റി, സകല കുഴികളിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. അവൻ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ അവന്റെ ലക്ഷ്യമാക്കാൻ നോക്കി. He was only looking at God and his face was delighted. Why delighted? He knows that the praying child will never fail. Hallelujah. അവിടെ പറയുന്നത് എങ്ങനെയാണ്?
And the 6 ഒന്ന് വായിച്ചേ, 6 in English. This poor man called, and the Lord heard him. He saved him out of all his trouble. He saved him from all troubles. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവനെ വിടുവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചോദ്യം ഞാൻ പറയട്ടെ, നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ പറയട്ടെ. നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനല്ലേ? നിനക്ക് മാത്രം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യം കേട്ടൊരു ദൈവം പറയുക, ആമേൻ, സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. സ്തോത്രം. Many people ask you a question. You are a praying child of God, but still the problems are coming in your life. God is giving a promise. Prayer is a promise. It is a promise to you. He will save you from all the troubles. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. പക്ഷെ എന്തെന്നറിയുമോ? നിന്റെ നോട്ടം എവിടെ ഇരിക്കണം? അവങ്കിലേക്ക്. എപ്പോഴും എപ്പോഴും എപ്പോഴും. Always pray. What is prayer? It is a faith. It is a trust. It is a testimony. It's a promise. Hallelujah. Hallelujah. നീ ഇന്നായിരിക്കുന്ന ഏത് കഷ്ടമായിക്കൊള്ളട്ടെ, നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവം നിന്നെ വിടുവിക്കും. Hallelujah. So the first blessing God is giving to you, that you will lead perfect victorious life. എന്താണ്? പൂർണ്ണമായ ജയകരമായ ജീവിതം ദൈവം നിനക്ക് നൽകും. ഇനി നിന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുകയില്ല. God will never give a failure. Why? You always pray. You will never give up. Stop. You always pray. You will never give up. നീ എപ്പോഴും പ്രാർത്ഥിക്കും, മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. Hallelujah. Hallelujah. The second blessing God is going to give to you, Matthew 26:41, and the second part ഒന്ന് വായിച്ചേ. പരീക്ഷയിലകപ്പെട്ടവർക്ക് ഉണർത്തുന്ന പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. Hallelujah. Watch and pray so that you will not fall into temptation. The spirit is willing, but the flesh is weak. Spirit is willing, flesh is weak. ആത്മാവ് എന്താണ്? ഒരുക്കമുള്ളതും ജഡം ബലഹീനവും. പ്രാർത്ഥിക്കുന്നതിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അന്ത്യം വരെയും നിന്റെ ആത്മമണ്ഡലം ശക്തീകരിച്ച് ദൈവം നിർത്തും. സ്തോത്രം. God will make your spiritual life powerful throughout your life. എപ്പോഴാണ്? പ്രാർത്ഥിക്കുന്നവൻ. സ്തോത്രം. Why the flesh is weak? പ്രശ്നങ്ങൾ കടന്നു വരും. The problems come. Troubles will come. People will betray you. Negative things will come in your life. You will be depressed. Your physical man will be weak, but you are a praying person. Your inner man will be stronger to overcome the weakness of the physical man. Stotram. Nammada prasham, we are not praying. Our physical man will be weak. Our spiritual man will be more weaker than the physical man. But God is telling, I will ensure that your inner man will be strong till the end of your life. Hallelujah. എല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ ദൈവ കൃപ പകർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ആത്മാവെന്നുണ്ട് ഒരുക്കമായപ്പോഴും പവർഫുൾ ആയപ്പോഴും your spirit is ready to welcome God, but your physical man is weak. When the spiritual man is blessed, physical man will be blessed. Hallelujah. Hallelujah. Acts 16:23-24 എന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 23-24. Acts 16:23-24. Paul and Silas, they have been caught by the people. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാൽപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. 23 and 24. 16.
After they had been severely flogged, they were thrown into prison. They have been severely beaten. They have crucified their physical man. They have beaten their physical man. They are totally collapsed. And they have been put in jail. And they have been closed in the inner room. Every door was closed. They were totally weak because that much level the authorities have beaten them. അവരെ അടിപ്പിച്ച് ക്ഷീണിപ്പിച്ച് അവരുടെ പുറമെയുള്ള മനുഷ്യന് അവൻ നിൽക്കുവാൻ കഴിയാതെ വണ്ണം ആമത്തിൽ അകത്തിട്ട് പൂട്ടിയിരിക്കുമ്പോൾ 25 വാക്യം പറയുന്നു, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. Praise the Lord. Praise the Lord. The jail authorities said what they can do now. Nothing they cannot do because their physical man is weak. They cannot overcome the situation with their current situation of the physical man. They have been beaten. They are totally depressed. They are collapsed. They cannot do anything. This is the end of the apostles. Their physical man is weak. But the Lord is saying the physical man is weak, but the spiritual man was stronger because in the midst of the crisis, they were praying to God. അർദ്ധരാത്രിയിൽ പുറമെയുള്ള മനുഷ്യനല്ല, അകമയുള്ള മനുഷ്യൻ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീടുള്ള കാര്യം ഞാൻ വായിക്കുന്നില്ല. ആമേൻ. The greatest miracle happened there. Hallelujah. Not because of the power of the spiritual physical man, because of the grace they received in the spiritual man. പ്രാർത്ഥിക്കുന്നതിന്റെ അന്തരാത്മാവിൽ ആത്മാവിന്റെ കൃപകളാൽ ദൈവം നിറച്ച് ആഗമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുഷ്പം പ്രാപിച്ച് ബലമുള്ളവനായി ഈ ഭൂമിയിൽ നിൽക്കും. നിന്റെ പുറമെയുള്ള മനുഷ്യനെ ഇല്ലാതാക്കാൻ നോക്കിയാലും നിന്റെ ആഗമയുള്ള മനുഷ്യൻ ബലപ്പെട്ടതുകൊണ്ട് നിന്നെ ഇല്ലാതാക്കുവാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. സ്തോത്രം. No power can destroy you because your inner man is stronger than every day because you are always praying to God. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. Luke 23:33 and 34 വായിച്ച്. ലൂക്കോസ് 23 അധ്യായം 33-34 വാക്യങ്ങൾ. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. Jesus was crucified in the midst of two criminals, and all the soldiers, they were treating Jesus like anything. Even the word of God says, if you look at him, we cannot say that a man is hanging on the cross. ഒരു മനുഷ്യനാണെന്ന് പോലും തോന്നാതെ വണ്ണം ഒരു ശരീരം കിടക്കുന്ന പോലെ അവരുടെ ഫിസിക്കൽ മാനെ അടിച്ച് തകർത്തപ്പോഴും അകത്തുള്ള സ്പിരിച്വൽ മാൻ is praying to God. What is praying to God? Lord, forgive them. Hallelujah. Forgive them. Hallelujah. The world can make you your physical man weak, but the world cannot make your spiritual man weak because only the Lord, since you're praying, Lord will provide His grace upon you. ക്രൂശിൽ ഒരു മനുഷ്യല്ല തകരുമ്പോഴും അകത്തെ മനുഷ്യൻ പ്രാർത്ഥനയോടെ ഇരുന്നു. എന്താ പ്രാർത്ഥിച്ചത്? ഇവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. Hallelujah. Hallelujah. The inner man is powerful. പ്രാർത്ഥിക്കുന്നവന്റെ ആത്മമനുഷ്യൻ ശക്തനായിരിക്കും. Why we are very weak in spiritual life? Why we cannot grow in spiritual life? Why we are not stronger in spiritual life? We are not a person who is continuously praying. We will stop our prayer based on the situation we are facing. We will give up our prayer based on the tough situation we are facing. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രാർത്ഥിക്കുകയും എനിക്ക് ദേഷ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുകയും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ ദൈവത്തിൽ നന്ദി ചെയ്യുന്ന ആ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തി ആയതുകൊണ്ട് എന്റെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നില്ല. The moment remember you are going to face a trouble, remember that your spiritual man is going to get more power from God.
ഒരു പ്രശ്നം നേരിടുമ്പോൾ നീ കീഴോട്ട് പോകേണ്ടത് നിന്റെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ പോകുന്നത് ഓർത്തുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ജോണ ചാപ്റ്റർ 2, 1 and 2. യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. മത്സ്യത്തിന്റെ മയറ്റ് വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞെത്തുന്ന ഞാൻ എന്റെ കഷ്ടം നിമിത്തം യഹോവയോട് നിലവിളിച്ചു, എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിന് വയറ്റിൽ അയ്യം വിളിച്ചു. 2, 1 and 2. From inside the fish, Jonah prayed to the Lord, his God. He said, in my distress, I called to the Lord, and he answered me. From deep in the realm of the dead, I called for help, and you listened to my cry. In the midst of the crisis, I prayed to God, and he answered me. If you ask Jonah, why you prayed? What is the motivation you received to pray at that time? ഈ വലിയ കഷ്ടത്തിൽ പ്രാർത്ഥിക്കണമെന്ന് നിന്നെ വെള്ളത്തിൽ എറിയുന്നു, പോകുന്ന വഴിയെല്ലാം മുടക്കുന്നു. Everywhere he is going is problem. Still, how will you receive the grace? What is the motivation you receive to pray to God at that moment of crisis? ആ പ്രശ്ന നടുവിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ എവിടെയാണ് ശക്തി ലഭിച്ചത് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി അതിന്റെ 7 എന്ന് വായിച്ചു. ജോണ 2:7. എന്റെ പ്രാണൻ ക്ഷീണിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. The moment I realize my physical man is getting weak, that moment I remember, that is the moment God will give the grace to the inner man, that I remember and pray to God. സ്തോത്രം. പുറമേ നിന്നോട് ജീവൻ ഓർത്തോണം, അകമേ നീ ശക്തി പ്രാപിക്കുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. There's a fight in your physical life. Remember, the power of God is coming to you. You will be blessed with the grace of God. When my soul fainted. English 2:7. When my life was ebbing away, I remembered you. When my life was ebbing away, I remembered you, Lord, and my prayer rose to you. When I was weak, when my life was weak, when my soul was fainted, I remembered one thing. When my physical man is weak, that is the moment God will make my spiritual man strong. Then I prayed. God answered my prayer. Hallelujah. 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 ഒന്ന് കർത്താവ് പറഞ്ഞു, praying man will never fail. The second thing is, praying man, your spiritual man will be always stronger till the end of your life. ഇനി എന്റെ 26:42 ഒന്ന് വായിച്ചേ. Matthew 26:42. രണ്ടാമത് പോയി പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. Praise the Lord. 33 വായിച്ചു. 26:33. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങി പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. Hallelujah. Going a little further, he fell with his face to the ground and prayed, my Father, if it is possible, may this cup be taken away from me, yet not as I will, but as you will. Then he returned to his disciples. And for 42 also. He went away a second time and prayed, my Father, if it is not possible for this cup to be taken away, unless I drink it, may your will be done. Your will be done. Your will shall be done. The third blessing for a praying child of God. When you continue praying, God's will shall be done in your life. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവികതമുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കും. ദൈവികമല്ലാത്ത ഒരു കാര്യവും നിന്റെ ലൈഫിന്റെ അടുത്തൂടെ പോലെ പോകാൻ ദൈവം അനുവദിക്കുക. സ്തോത്രം. Prayer will lead you a life doing the will of God.
Continue in the will of God and completing the will of God. ആമേൻ. ദൈവത്തിൽ ജീവിക്കുവാനും അത് തുടരുവാനും ദൈവത്തെ പൂർത്തീകരിപ്പാനും പ്രാർത്ഥിക്കുന്നവന് കഴിയും. ദൈവത്തിന് സ്തോത്രം. Why we are not doing the will of God? We have stopped praying to God. We have given praying to God. പ്രാർത്ഥിക്കുന്നവനൊരു പ്രത്യേകതയുണ്ട്. തന്റെ ഇഷ്ടം ദൈവനെ അറിയിക്കും. ആ വഴിയിലൂടെ ദൈവനെ നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. Psalms 4:3 എന്ന് വായിച്ച്, സങ്കീർത്തനം 4:3 വായിച്ച് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സങ്കീർത്തനം 4:3. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയി യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. God has separated. Now that the Lord has set apart his faithful servant for himself, the Lord hears when I call to him. Praise the Lord. God has separated him. എന്തിനോട് സെപ്പറേറ്റ് ചെയ്തത്? He separated God's person away from the world people, because the world people are filled with people who do their own will. ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ അവരുടെ ഇഷ്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ നിന്ന് ദൈവം തന്റെ മകനെ വേർപെടുത്തിയിട്ട്, എന്തിനാ വേർപെടുത്തുന്നത്? തന്റെ ഇഷ്ടം ചെയ്യുന്നതിനായി മാറുവാൻ. നമ്മളെയൊക്കെ വേർപെടുത്തിയിരിക്കുക. God has separated us to do his will. Why? We continue our life in prayer. God has separated you to do the will of God. ദൈവത്തിന് സ്തോത്രം. 2 Peter 2:9 വായിച്ച്. 2 Peter 2:9. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരുടെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ. God has separated his people to overcome the temptations. ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ദൈവം അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുക. എന്തിനാ പരീക്ഷയിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? To do the will of God. Tell yourself, I am separated to do the will of God. എന്നെ ദൈവം വേർതിരിച്ചിരിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യുവാനാ. ദൈവ ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ തുടരുക തന്നെ ചെയ്യണം. To do the will of God, I have to continue praying till the end of my life. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കിനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. Hebrews 12:28. എബ്രായ ലേഖനം 12:28 പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായ ദൈവത്തിന് പ്രസാദം പരിമാറും. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. സ്തോത്രം. Therefore, since we are receiving a kingdom that cannot be shaken, we will receive the kingdom which will never be shaken. Let us be thankful and so worship God acceptably with reverence and awe. Worship God which is acceptable to God. We will receive a kingdom. Amen. Amen. ദൈവേഷ്ടം ചെയ്യുവാൻ പ്രാർത്ഥനയുടെ ദൈവം നിന്നെ ശക്തീകരിക്കുമ്പോൾ ഇളകാത്ത രാജ്യത്തിന് ഉടമയായി ദൈവം നിന്നെ മാറ്റുകയാണ്. You will become a part of a kingdom which will be never shaken. നോക്കിക്കേ, prayer will lead you to the eternal life. Hallelujah. Why? Prayer will encourage you. Prayer will empower you to do the will of God. ദൈവഹിതം ചെയ്യുവാൻ ദൈവം പ്രാർത്ഥന നിന്നെ ശക്തീകരിക്കും. പ്രാർത്ഥന നിന്നെ മുൻപോട്ട് നടത്തും. ആമേൻ. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരായി ദൈവം മാറ്റും. സ്തോത്രം. Prayer is a faith. Prayer is a trust. Prayer is a testimony. And prayer is a promise. Amen. You are going to receive. If you start a prayer life today with God, a continuous prayer life with God, God will save you from all the troubles you are facing. God, if you continue praying with God, God will make your spiritual man stronger every day till the end of your life. If you continue praying with God, God will ensure you that you will receive a kingdom which will be never shaken. സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ സകല കഷ്ടങ്ങളിൽ നാം നിന്നെ വിടുവിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിന്റെ ആത്മ മനുഷ്യനെ ശക്തിയിൽ ദൈവം നിലനിർത്തും. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ ഇളകാത്ത രാജ്യത്തിൽ ഒരുവളായി ദൈവം നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. മടുത്തു പോകാതെ
എപ്പോഴും പ്രാർത്ഥിക്കണം. Let your spiritual man be weak, physical man be weak. Your spiritual man is stronger. If your spiritual man is stronger, your spiritual father is with you. He is always with you. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. Why? Prayer is important and prayer is powerful. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്?